ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയൊക്കെ കിട്ടുന്ന സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അങ്കമാലി സ്റ്റൈൽ ഒരു മാങ്ങക്കറി. ഇപ്പൊ മാങ്ങക്കറി നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ്. മുട്ടക്കറി വെക്കുമ്പോൾ അങ്ങനെ ഒരു മാങ്ങക്കറി നമ്മൾ വെക്കും. അല്ലാണ്ട് വേറെ ദുഃഖ വെള്ളിയാഴ്ച വെക്കുന്ന ഒരു മാങ്ങക്കറിന്റെ ക്രിസ്ത്യൻസ് നമ്മുടെ തൃശ്ശൂര് വേറൊരു സ്റ്റൈലിലാണ് മാങ്ങക്കറി വെക്കാം. അതുപോലെ പല നാടുകളിൽ പല രീതിയിൽ മാങ്ങക്കറി വെക്കും. പക്ഷെ ഈ ഒരു മാങ്ങക്കറിക്ക് വളരെ എന്താ പറയാ ഒരു സ്റ്റെപ്പാണ്, 1-2 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പില് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റാണ് ചോറിന്റെ കൂടെ. ഓക്കെ, അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞ അതേ ഇൻഗ്രീഡിയൻസ് അതേ അളവിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് വരും. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നോടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങ 3 എണ്ണാണ്. അതൊരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മളിവിടെ വിനീഗർ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഒരു മീഡിയം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ വിനീഗർ ഒഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിനീഗർ എടുത്തു വെച്ചത്. പിന്നെ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ചെറിയ ഉള്ളി ഒരു 10-25 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പിന്നെ 4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. നാളികേരപ്പാല് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1 നാളികേരത്തിന്റെ പാലാണ്. അപ്പൊ ഒരു 3 കപ്പ് തിന്നായിട്ടുള്ള പാലും പിന്നെ 1/4 പാല് ഒരു 1/2 കപ്പും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയ്ക്കും പാല് തന്നെ വേണം ഇത്. അപ്പൊ എന്നാൽ ആ കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവണം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും മുളക് പൊടി 1 ടീസ്പൂണാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കാച്ചിടാൻ വേണ്ടിയിട്ട് വറ്റൽമുളക് ഒരു 4-5 എണ്ണം, ഒരു തണ്ട് കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടിയിൽ, അപ്പൊ മൺചട്ടിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില 2 തണ്ട്, പച്ചമുളക് അരിഞ്ഞതും, ഇഞ്ചി. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ആവശ്യത്തിന് സോൾട്ടും കൂടി ഇട്ടിട്ട്, ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ സോൾട്ടാണ് ഇട്ടേക്കണേ. ഇനി ആവശ്യത്തിന് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഇത് കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തിരുമ്പണം. ഈ തിരുമ്പുന്നതിലാണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഇങ്ങനെ തിരുമ്പണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളിത് നല്ല അടിപൊളിയായിട്ട് തിരുമ്പിയിട്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇത് ക്രഷായി നമ്മുടെ കൈ കൊണ്ട് തന്നെ തിരുമ്പിട്ട് ഇനി നമ്മൾ ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി ഇങ്ങോട്ട് വെക്കാം. അതിലേക്ക് നമ്മള് ഈ സൈഡിലേക്ക് നമ്മള് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പൊ മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂൺ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഉള്ളിയും ഒക്കെ ക്രഷാക്കി വെച്ചത് ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി തിരുമ്പി കൊടുക്കും. നല്ല സ്മെല്ലാണ്. ഇതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാൻ പോട്ടെ. അപ്പൊ മാങ്ങ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കും കേട്ടോ.
അപ്പൊ മാങ്ങയും നമ്മൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മളിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് ഇനി എളുപ്പമാണ് പണി. നമ്മുടെ 2ാം പാല് ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരണം. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇതിപ്പോ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ വേവുന്ന വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് കേട്ടോ. ആ മാങ്ങയുടെ വേവ് അനുസരിച്ച് അങ്ങനെ നോക്കിയാൽ മതി നിങ്ങള്. ഇപ്പൊ നമ്മൾ 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചു. മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ ഗ്രേവിയൊക്കെ പാകത്തിന് വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ആ തിക്നെസ്സിന് അനുസരിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തള വന്നു തുടങ്ങിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒരു 10 മിനിറ്റിന് ശേഷം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കുക ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് എല്ലാ ടേസ്റ്റൊക്കെ കൂടി ഒന്ന് ബ്ലെൻഡായി കിട്ടും. എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത്.